അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എത്ര ഉന്നതരുണ്ടെങ്കിലും ശരി തന്നെ ഈ കേസിൽ അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. അതിന് ഒരു സാറാ, We have had a breakthrough. In a joint operation between the Tamil Nadu police and the Kerala police, we have arrested the culprits. We found the murder weapon. We believe the culprits are from Tamil Nadu and Kerala. The investigation is continuing. We will provide further details shortly. അതല്ലേ മുമ്പ് പറഞ്ഞത്. We are gathering more information. ഒരിക്കലും നടക്കരുത് എന്ന് തോന്നിയ ദുരന്തമായിരുന്നു കാളിമലയിലേത്. കാളിമലയ്ക്ക് ജീവൻ കൊടുത്ത റാണിയെ, അവൾ നെഞ്ചോട് ചേർത്ത ജീവനുകളെ ആർക്കും രക്ഷിക്കാനായില്ല. എനിക്കും. എല്ലാം ആ രാത്രിയിലെ എങ്ങും എത്താത്ത നിലവിളികളിൽ അവസാനിച്ചു. ബന്ധമാംസങ്ങളുടെ മണമാണിപ്പോൾ കാളിമലയ്ക്ക്. നമ്മൾ ഈ ലോകത്ത് ഭയക്കേണ്ടത് ഒരേ ഒരു വർഗത്തെയാണ്, മനുഷ്യർ. അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിനയ, അന്ന് ഉത്സവത്തിന് നടക്കാനിരുന്ന അപകടത്തെക്കുറിച്ച് വിനയൻ എന്തറിയാം? നടക്കാനിരുന്ന ബ്ലാസ്റ്റിനെ പറ്റിയാണ് സാർ ചോദിക്കുന്നതെങ്കിൽ അതെനിക്കറിയായിരുന്നു. എൻ്റെ സഹോദരിക്കും. റാണി ജോലി നോക്കിയിരുന്ന 3 വീടുകളിലെയും ആൾക്കാരുടെ മൊഴികളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സാർ. ഷീലയുടെ പുസ്തകം എഴുതാൻ സഹായിക്കുന്ന, വായനയിലും ടൈപ്പ് റൈറ്റിങ്ങിലും മിടുക്കുള്ള റാണിയല്ല മഹേശ്വരിയുടെ വീട്ടിൽ. അതേസമയം എബിയുടെ വീട്ടിലെ കുഞ്ഞിനോട് മാത്രം മമത കാണിക്കുന്ന അല്പം അന്തർമുഖത്വമുള്ള കുട്ടി. അവൾ ഈ വീടുകളിൽ പറഞ്ഞിരിക്കുന്ന പിൻകഥകളിലും വൈരുദ്ധ്യമുണ്ട്. ബാസി, നിങ്ങൾ ആവശ്യപ്പെട്ടത് റാണിയെ ചോദ്യം ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി ഡെലിഗേറ്റ് ചെയ്ത എൻ്റെ ടീം എന്നോട് പറഞ്ഞത് അവൾ എല്ലാ തരത്തിലും ഇന്നസെൻ്റ് ആണെന്നാണ്. ഇനി ഫർദർ അവളെ ഒന്ന് കണ്ടാൽ പോലും നമ്മുടെ ഹറാസ്മെൻ്റ് ആയ സിസ്റ്റം കാണും. വേണ്ട, അതൊഴിച്ച് താൻ എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. വേണ്ട സാർ, എൻ്റെ തോന്നലായിരിക്കും. അല്ല, എൻ്റെ തോന്നൽ തന്നെയാണ്. വരട്ടെ സാർ. MLA ധർമ്മരാജൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാണ്. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാനായി ഡൽഹിയിലുള്ള എയിംസ് ഫോറൻസിക് സയൻസ് ലാബിലോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. 2 ആഴ്ച എടുക്കും റിസൾട്ട് വരാൻ. ഭയങ്കര ചൂട്. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞാണ്. ഇനി എന്താ സാറിന് അറിയണ്ടേ? ഇങ്ങോട്ട് ബസ് ഇറങ്ങി വന്നപ്പോൾ നല്ല വെയിൽ, വിശക്കുന്നു. ഊണ് കഴിച്ചാലോ? എന്ത് പാകത്തിനാണ് അവളെ കൊണ്ടുവന്നത്. അവൾ യാതൊരു തെറ്റും ചെയ്യുന്ന കുട്ടിയല്ല, എല്ലാ ജോലിയും ചെയ്യും. അതിൻ്റെ കൂടെ വലിയ കാര്യമാണ്. അവൾ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുട്ടിയാണ്.
ബലാശ്വഗന്ധാദി അല്ലേ? വേണ്ട ധർമ്മരാജ, വേണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനാ എനിക്കെതിരാ പരാതിപ്പെട്ടത്? ആ, പരാതി പറയരുത്, ഇനി പരാതി പറയരുത്. മുത്തച്ഛനെ യുദ്ധം ചെയ്തിട്ടുണ്ടോ? യുദ്ധം എന്നോടല്ലേ ഉള്ളൂ, അത് ദിവസമുള്ളതാണല്ലോ മോളെ. മക്കളെ അവിടെയാ ബോഡി കണ്ടത്. ആറ്റൂർ പോലീസ് സ്റ്റേഷൻ 27/7/2014. ആറ്റൂർ DYSP നസീർ റാവുത്തറിനോട് ആറ്റൂർ വില്ലേജിൽ മുതുവിള ദേശത്ത് കാളിമല ആദിവാസി സെറ്റിൽമെൻറ്റിൽ മല്ലൻ കാണി മകൻ 58 വയസ്സുള്ള ആദിത്യൻ കാണി പറയുന്ന മൊഴി. എണ്ണയും തിരിമിട്ട പന്തങ്ങളുടെ വെളിച്ചത്തിലാണ് പള്ളിക്കൂടത്തിൽ ക്ലാസ് എടുത്തിരുന്നത്. കുട്ടികൾ കളിച്ച് തീ പടർന്നു, പക്ഷെ കാറ്റതിനെ ഊതി വലുതാക്കി. പുറത്തിറങ്ങാൻ ശ്രമിക്കാതെ കെടുത്താൻ നോക്കിക്കണം സർ. പെട്ടുപോയതാണ് സർ. റിപ്പോർട്ട് റെഡിയാക്കിയോ? യെസ് സർ. പരാതികളൊന്നുമില്ലല്ലോ? ഇല്ല സർ. രാത്രിയിൽ പഠിപ്പിക്കാൻ വേണ്ടി കത്തിച്ചു വെച്ച പന്തങ്ങളിൽ നിന്നോ എണ്ണ വിളക്കുകളിൽ നിന്നോ തീ പടർന്നായിരിക്കണം സ്കൂൾ കത്തിയത്. നിലവിളി കേട്ട് ഞാൻ കുടിയിൽ നിന്ന് നോക്കിയപ്പോൾ പള്ളിക്കൂടം കത്തുന്നതും തീ കത്തിയ കുട്ടികൾ ഓടുന്നതും കണ്ടു. സർ ഒന്ന് വെരിഫൈ ചെയ്താൽ. ആദിത്യ, നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ലെന്നറിയാം. ആരുടെയും കണ്ണീരിന് വിലയിടാനാവില്ല. എന്നാലും ഇയാൾക്ക് ചിലത് പറയാനുണ്ട്. ഈ കുട്ടികളുടെ കുടുംബത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും. ധർമ്മരാജ് സാർ ചെയ്യും. വിഷമിക്കണ്ട. ശരി ശരി സർ. കത്തിയ തീയുമായി കുറച്ചുപേർ താഴെ കൊക്കയിലേക്ക് ചാടിയിട്ടുണ്ട്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇത്രയും പേർ മരിക്കാൻ കാരണം ടീച്ചറാണ്. ടീച്ചറിന്റെ ബോഡി ഇതുവരെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. തീ പിടിച്ച് കത്തി കൊക്കയിലേക്ക് വിടുന്നത് നാട്ടുകാർ കണ്ടത് സർ. കുറച്ച് കുട്ടികളും മിസ്സിംഗ് ആണ്. പുല്ലും മരവും കൊണ്ടുണ്ടാക്കിയ കുടിലിൽ തീ കത്തിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും ടീച്ചർ അനുസരിച്ചില്ല. മരിച്ചുപോയ ടീച്ചറുടെ അശ്രദ്ധയല്ലാതെ മറ്റു കാരണങ്ങളൊന്നും ഈ തീപിടുത്തത്തിനില്ല. എനിക്ക് മറ്റ് സംശയങ്ങളൊന്നും തന്നെയില്ല. ബാസി സർ, എന്തായാലും നമ്മൾ ഒരേ വഴിക്ക് നീങ്ങുന്നവരല്ലേ. കാളിമലയിലോട്ട് ഞാനും വരട്ടെ. ബാസി സാറേ, ബാസി സാറേ, എന്താ പറ്റിയ? എന്താ? ഓക്കെ, ഒന്നുമില്ല ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോകണം? ഒന്നുമില്ല. മെല്ലെ നോക്കിട്ടോ, മെല്ലെ. ആ ആ ചപ്പൽ. ഓക്കെ. നമസ്തേ. നമസ്തേ. ഫാദർ ജോസഫ് സിൽവിസ്റ്റർ അകത്തുണ്ട്, വരണം. ഫാദറിനെ നേരിട്ട് കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലല്ലോ എബി. നമുക്കറിയേണ്ടത് റാണിയെ കുറിച്ചാണ്. അത് പറയാനിനി നമുക്ക് മുന്നിലുള്ള ഒരേ ഒരാൾ ഫാദർ മാത്രമാണ്. പ്ലീസ്, ഫാദർ ഇസ് ദെയർ. താങ്ക് യു ഫാദർ. ഓക്കെ ഓക്കെ ഫാദർ.
തോന്നുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ, വീണ്ടും മുറിവുകൾ ഉണ്ടാകാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കാണണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ വേദന മാത്രമല്ല, ഒരുപാട് നല്ല സന്തോഷങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. റാണിയെക്കുറിച്ച് അന്വേഷിച്ച് ഇനി ആരും വരില്ലെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ നിങ്ങൾ ആ പാട്ട് അയച്ചു തന്നപ്പോൾ, വീണ്ടും ഒരു കുഞ്ഞത് പാടുന്നത് കേട്ടപ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാ നിങ്ങൾക്കറിയില്ലേ, അവളെ അവൾ ചെയ്ത നന്മകളൊന്നും മായ്ക്കാൻ പറ്റില്ല. ഫാദർ, ശരിക്കും കാളിമലയിൽ എന്താണ് സംഭവിച്ചത്? കാളിമലയിലെ പാറ പൊട്ടിക്കുന്ന ക്വാറി ഊരിന് നേരെ മുകളിലായിരുന്നു. പാറക്കെട്ടുകൾ പൊട്ടിക്കാനുള്ള ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും അധികാരികളുടെ കൺമുന്നിൽ ആ ക്വാറികൾ പ്രവർത്തിച്ചപ്പോൾ നിലച്ചത് ഊരിലേക്കുള്ള ഉറവകളായിരുന്നു. വെള്ളമില്ലാതെ ഊരിലെ കുട്ടികൾ ആ പാറക്കുളത്തിലേക്ക് വെള്ളത്തിന് വേണ്ടി പകലും രാവും പോയിക്കൊണ്ടേയിരുന്നു. അവരിൽ പലരും തിരിച്ചു വന്നില്ല. ചിലർ ആ വെള്ളത്തിൽ ശവങ്ങളായി പൊന്തി, മറ്റു ചിലർ ജീവിക്കുന്ന ശവങ്ങളായി. കൗമാരക്കാരികളെ പല ആദിവാസി പെൺകുട്ടികളും അവിടെ വെച്ച് ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ടു. അതിലേറ്റവും വേദനാജനകമായ ഒരു ദുരന്തം നടന്നപ്പോഴും സമൂഹത്തിലെ പലരും പ്രതികരിച്ചില്ല. ആ വാർത്തയായിരിക്കണം ടീച്ചറിനെ ട്രിഗർ ചെയ്തത്. പല NGOസും സഹായം ഓഫർ ചെയ്തെങ്കിലും അതിനൊരു ആക്ഷൻ ഉണ്ടായത് ഋഷി വാലിയിലെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഒരു ദിവസം ടീച്ചർ ഇവിടെ എത്തി. അവരുടെ മനസ്സിലുള്ള ആശയം പങ്കുവെച്ചപ്പോൾ ഞാൻ സഭയുടെ സ്ഥലം വിട്ടുകൊടുത്തു. ഇതാണ് ആ സ്കൂളിൻ്റെതായിട്ട് അവശേഷിക്കുന്ന അവസാനത്തെ റിലിക്. ഇതാണ് റാണി. അതിശക്തരായ ശത്രുക്കളുള്ളപ്പോഴും ഏതൊരു കുഞ്ഞു ജീവനും അഭയം നൽകുന്ന അമ്മ, അതല്ലേ പ്രകൃതി? ഇതാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. നമ്മൾ ഈ ലോകത്ത് ഭയക്കേണ്ടത് ഒരേ ഒരു വർഗത്തെയാണ്, നമ്മളെ, മനുഷ്യരെ. லட்சுமி, கவலைப்படாத. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. റിലാക്സ് റിലാക്സ്. ഓക്കെ റാണി, ഇങ്ങോട്ട് നോക്കിയേ, കാല് ബലം പിടിക്കില്ലേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. റിലാക്സ് റിലാക്സ്. രണ്ടുപേരെ കാപ്പാത്തതാ ഇങ്ങ വന്നേ. ഒന്നാമത് കിടക്കി വന്ന് വേണ്ടിക്കിട്ടെ, ആനാ ടീച്ചർമാർ രണ്ടേ കാപ്പാത്തിട്ടെ. സർ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു 5000 ക്വാറികളുണ്ട് ഉപയോഗിക്കാത്ത. അതിലൊരെണ്ണത്തിലാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും മാർഗവും ഒക്കെയാണ്. പക്ഷെ ഇത്രയും പറഞ്ഞിട്ടും കഴിഞ്ഞ ആഴ്ച അവന്മാരവിടെ പാറ പൊട്ടിക്കുക. നമുക്കിതൊക്കെ നഷ്ടപ്പെടുമെന്നൊരു പേടി. ഇനിയും കോടതി പോവല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്ത പോലെ. പക്ഷെ സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എന്തു ചെയ്യാന്ന് ഞാൻ നോക്കട്ടെ. ടീച്ചർ ധൈര്യമായിട്ടിരിക്കും. ശരി, താങ്ക് യു. കാളിമലയിലെ കുടിയേറ്റക്കാരുടെ പൂർണ്ണ പിന്തുണ ഇവിടത്തെ ക്വാറികൾ അടക്കി വാണ്ടുന്ന വലിയ പറമ്പിൽ ഫാമിലിയുടേതായിരുന്നു. അവലത് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുക റോണിച്ചായ. അവരുടെ വിശ്വാസവും പണവും അതായിരുന്നു സെൽവന്റെ ലക്ഷ്യം. സെൽവ, വരുന്ന തിരഞ്ഞെടുപ്പിന് ഞാൻ നിനക്ക് വാക്ക് പറഞ്ഞ പണം, എൻ്റെ കമ്മ്യൂണിറ്റിയിലെ വോട്ട്, ഇത് രണ്ടും ഈ തീരുമാനത്തിന് ബേസ് ചെയ്താ. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും.
കാളിമലയിലെ വോട്ടുകളിൽ കണ്ണുവെച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങാനെന്ന അയാൾക്ക് മുന്നിൽ ആ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ യാത്രയ്ക്കൊടുവിൽ ആദിത്യം കാണിയെ നേരിട്ട് കണ്ടപ്പോൾ ആ പാവത്തിന് എന്നോട് സത്യമല്ലാതെ വേറൊന്നും പറയാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞത് കാളിമലയുടെ യഥാർത്ഥ കഥയായിരുന്നു, ടീച്ചറിൻ്റെ. കംപ്ലൈൻറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യും മുൻപ് ഒന്ന് ചോദിക്കണം ടീച്ചർ, ഒന്ന് ചോദിക്കണം. അവരത് ചെയ്യരുത്. മർഡർ വെപ്പൺ എക്സാമിൻ ചെയ്ത നമ്മുടെയും തമിഴ്നാട്ടിലെയും ഫോറൻസിക് ടീം ആ ഗ്യാങ്ങിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീനിയേഴ്സും ഈ കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ്.
ബാസി ചേട്ടന് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആ പെൺകുട്ടിയുടെ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടല്ലോ. സോമൻ സാറിൻ്റെ വഴിക്ക് മുമ്പോട്ട് പോയിക്കോളൂ, ഞാനിതൊന്ന് തീർക്കട്ടെ. ഈ സംഭവത്തിനുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചെയ്ത കവർ സ്റ്റോറി ശരിയെന്ന് തെളിഞ്ഞിരിക്കുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട റാണി എന്ന പെൺകുട്ടിയെ വിട്ടയക്കണമെന്ന പ്രതിഷേധം ശക്തമായി വരികയാണ്. എണ്ണവിളക്കുകൾ മറിഞ്ഞുണ്ടായ തീ പിടിച്ച് കത്തിക്കരിഞ്ഞതല്ല കാളിമലയിലെ ടീച്ചറും കുട്ടികളും. കണക്ക് കൂട്ടി കാത്തിരുന്ന് കുരുതി കൊടുത്തതാണ് ഞാനവരെ. എൻ്റെ ധർമ്മരാജ്യം നീളെ ബലി കൊടുക്കപ്പെട്ട ഇങ്ങനെ അനേകം പേരുടെ നിലവിളി വീരുന്നു. എനിക്ക് ഇനിയും അത് കേൾക്കാതിരിക്കാനാവില്ല. എല്ലാവരും കൊലകൾക്കും മാപ്പ്. ആരടി നീ? എല്ലോരെ നോക്കും ഈ ഭൂവിന്ദേവേ എങ്കൾ പാടും പാട്ട് ചൊല്ലട്ടെ നന്നേ. 14 വയസ്സിൽ അമ്മ ആനവനാ, പക്ഷെ അവളെ പൂട്ടിയത് 15 അമ്മമാർ. നീ എരിച്ച് കൊന്നല്ല എല്ലാത്തിനെയും. எப்படி மனசு வந்தது? நான் 5-6 வருஷம் அவளை தேடி எங்கெங்கேயோ அலைஞ்சேன், எல்லா வேலையும் செஞ்சேன். கொஞ்சம் கூட வலிக்கலையா உனக்கு? ചവിട്ടിന മണ്ണിനോട് ഒരു പാസം இருக்காது, சுவாசிக்கிற மூச்சோட ஒரு பாசம் இருக்காது. எப்படி மனசு வந்தது? செல்வா, കാളിമല പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ജോലി മതിയാക്കി ഒരു പെങ്കൊച്ച് ധർമ്മപുരത്ത് വന്നിറങ്ങി. കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അച്ഛനാരെന്നറിയാത്ത കുഞ്ഞ്. നിങ്ങളുടെ ശുപാർശയിൽ അവൾക്ക് ഇവിടെ ഒരു ജോലി തരമായി. നിമ്മി എത്ര കൊല്ലമായി താലൂക്ക് ഹോസ്പിറ്റലിൽ? ഒരു 5 വർഷം. സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അവരെ കണ്ടിട്ടും കൂടിയില്ല. റൂറൽ സെക്ടറിലൊരു വോളണ്ടറി സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദിവാസി ഒരു വട്ടവട, കോട്ടൂര്, കാളിമല അങ്ങനെയൊക്കെ. ആ കുഞ്ഞും കാളിമലയും നിങ്ങളും, നിങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്നൊരു കഥയും. മോളെ ഒന്നും പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. റിലാക്സ് റിലാക്സ്. ഓക്കെ റാണി, ഇങ്ങോട്ട് നോക്കിയേ, കാല് ബലം പിടിക്കല്ലേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നോക്കിയേ, നോക്ക് നോക്ക് നോക്ക്. സഹായം ചോദിച്ച് നടയിൽ വരുന്ന ആയിരങ്ങളുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉയരാനും മോഹിച്ചു വരുന്നവർ. എന്നാ അവള് വന്നത് എനിക്കൊരു സമ്മാനവും കൊണ്ട്. കത്തിക്കരഞ്ഞൊരു കാട്ടുമരത്തിൻ്റെ തളരി പോലൊരു കുഞ്ഞിനെയും കൊണ്ട്. അമ്മയെ കണ്ടെത്തുന്നത് വരെ ആ കുഞ്ഞിനെ നെമ്മിക്കൊപ്പം നിന്നല്ലേ പറ്റൂ. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കേസിന് ആസ്പദമായ കഥയുടെ ചുള്ളഴിക്കാൻ ബാസി സർ ഷീല ടീച്ചറിനടുത്ത് പോയിട്ടുണ്ടാവുമല്ലേ?
എനിക്ക് ഈ നേരിട്ട് വരണം എന്നുള്ളതിന് ഒരു കാരണമുണ്ട് അച്ചോ. ഇത്രയും നാൾ എൻ്റെ വീട്ടിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ നിമ്മയോട് ചോദിക്കാത്തത് അവളുടെ പാസ്റ്റിൽ ഒരു മിസ്റ്റേക്ക് വീണ്ടും ഓർമ്മിപ്പിച്ച് ഹേർട്ട് ചെയ്യേണ്ടെന്ന് കരുതിയായിരുന്നു. അത് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പലവട്ടം കരുതിയിട്ടുണ്ട് അടുത്ത് നിൽക്കുമ്പോൾ അങ്ങ് തീർത്തേക്കാന്ന്. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ജീവിച്ച തന്നെ അയാൾ എന്തെങ്കിലും ഇല്ലാതാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം ഇല്ലാതാക്കി പട്ടികളെ പോലെ ഇട്ട് ആട്ടുമ്പോഴൊക്കെ എല്ലാം നശിച്ച അയാൾ മുന്നിൽ നിൽക്കുന്നത് ഒരിക്കലെങ്കിലും കാണണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങ് പോയി, ഒന്നിനും നിൽക്കാതെ. ആർക്കും തൊടാൻ പറ്റാത്ത ഒരാളെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക്? ഇല്ല സാറേ, ഇത്രയും കാലം അയാളുടെ കൂടെ കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ പേര് വിളിക്കുന്നത് പോലും എനിക്ക് പേടിയാണ്. ഒരു പേര് പോലും ഇല്ലാത്ത ആ പാവത്തിന് അയാളെ കൊല്ലാൻ പോയിട്ടൊന്ന് നോക്കാൻ പോലും ആവില്ല സാർ. അവൾക്ക് അയാളെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? അയാൾ അവളോട് എങ്ങനെയാ? അയാൾക്ക് എല്ലാ പെണ്ണും കണക്കാ. അയാളെ അനുസരിച്ച് നിന്നാ ജീവിച്ചു പോവാം. അതല്ല, അയാൾ വേറെ ഏതെങ്കിലും തരത്തിൽ സെക്ഷുവലായിട്ട്? അതിന് അയാൾ അവളെ പെണ്ണായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിലല്ലേ. എന്നെയും കൂട്ടിയിട്ടില്ല, വേലക്കാരല്ലേ. MLA കൊല്ലപ്പെട്ട രാത്രിയിൽ വിനയൻ ആ വീട്ടിലുണ്ടായിരുന്നു. വിനയനാണെങ്കിൽ റാണിയേക്കാൾ MLA കൊല്ലാൻ കാരണവും ഉണ്ടായിരുന്നു. ഓ, അന്നും വന്നായിരുന്നു. സോന, ഇവൻ ഫണ്ട് എടുത്തത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ്. അതും നമ്മുടെ പാർട്ടിയുടെ അണ്ടറിലുള്ളത്. അത് ആ പ്രോബ്ലം ആയത് വിനയാണ്. പ്രോബ്ലം രണ്ട് തരത്തിലുണ്ടെന്ന് ലാൽജി ഞാൻ പഠിച്ചത്. ഒന്ന് പരിഹരിക്കാവുന്ന പ്രോബ്ലം, മറ്റൊന്ന് ഒരിക്കലും പരിഹരിക്കപ്പെടരുതെന്ന് കരുതി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രോബ്ലം. 10 or 20 രൂപയല്ല അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത നല്ല പേര് നീയായിട്ട് കൊണ്ട് കളയരുത്. ഒറ്റയ്ക്കാ? ഞങ്ങളുടെ ഡാഡിയുടെ പൈസ വെച്ചല്ലേ അയാൾ കളിച്ചത് മുഴുവൻ. വിളമ്പ്. ഞാൻ വിളമ്പാം. അളയ മതി. ചേച്ചി പ്രാ വിളമ്പട്ടെ? കുടിക്കടാ. കുടിക്കടാ. ഡേയ്, നീ ഇപ്പോൾ ഏതായാലും ഇത് കഴിക്കും. എത്ര കഴിച്ചാലും നിന്റെ വിശപ്പ് മാറില്ല, എത്ര കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല. അറിയാം, ഇനി ഈ നാട്ടിൽ നീ കഴിക്കാൻ പോകുന്ന അവസാനത്തെ ചോറായത്. ഇനി മുതൽ നിനക്ക് ഈ വീട്ടിൽ ചോറില്ല. ഇനി മേലാൽ നിന്നെ ഈ നാട്ടിൽ കണ്ടൂടാ. ഡാഡിയുടേതായിരുന്നില്ല ഇതെല്ലാം. അതിൽ നിന്ന് ഞങ്ങൾ പറ്റിച്ചുണ്ടാക്കിയതല്ലേ അയാൾ കണ്ടതല്ല. എന്നിട്ട് അയാൾ ധർമ്മരാജൻ, ഞങ്ങളോ അവനെല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയതാ അന്ന്.
ഇനി തിരിച്ചു വരില്ല ഒരിക്കലെന്ന് പറഞ്ഞിട്ടാ പോയത്. അത്രയ്ക്ക് ദ്രോഹിച്ച അവനെ. അവൻ എവിടെയെങ്കിലും പോയി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുമായിരുന്നില്ലേ? ഒന്ന വഴിക്ക് അവനെ അയാൾ തന്നെ അത് ചെയ്യിച്ചത്. ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ധർമ്മരാജൻ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുഹൃത്തുക്കളെ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി SP സാർ നിങ്ങളെ കാണുന്നത് ആയിരങ്ങളുടെ ജീവൻ അപായപ്പെടുത്താൻ ആസൂത്രിതമായ ഒരു വൻ പദ്ധതി ഒഴിവാക്കിയ സാഹചര്യത്തിലാണ്. 100 കെട്ടിടങ്ങൾ ഒരേ സമയം തകർക്കാൻ കഴിയുന്ന, ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കാൻ ശേഷിയുള്ള വൻ സ്ഫോടക ശേഖരമാണ് ധർമ്മപുരത്തെ സമ്മേളന വേദിക്കരികിൽ നിന്നും ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. MLA ധർമ്മരാജന്റെ കൊലപാതകവുമായി ഈ സംഭവത്തിനുള്ള ബന്ധം അന്വേഷിച്ചു വരികയാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ധർമ്മപുരത്തെ ക്ഷേത്രോത്സവം പുനരാരംഭിക്കരുതെന്ന നിർബന്ധം ആർക്കാണ്? എത്രയും വേഗം MLA ധർമ്മരാജന്റെ കൊലപാതകം ഉൾപ്പെടെ ഈ കലാപശ്രമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ മാധ്യമ കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു സുഹൃത്തിൻ്റെ ടിപ്പ് ഓഫാണ് റിക്കവറിക്കും ഡിഫ്യൂഷനും സഹായിച്ചത്. ആ എബി സർ, എങ്ങനെയുണ്ട് എബിയുടെ പത്രപ്രവർത്തനമൊക്കെ? ആ തോന്നുന്നു. സംഭവം നടന്ന രാത്രി എബിയുടെ കുഞ്ഞ് റാണിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ പേരും പറഞ്ഞാണ് അന്നവർ MLAയുടെ വീട്ടിൽ തങ്ങിയതെന്നാണ് MLAയുടെ സഹോദരിയുടെ മൊഴി. അന്ന് നിമ്മിക്ക് ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നിമ്മി എൻ്റെ വൈഫ്, ഞാനാണെങ്കിൽ സ്ഥലത്തുമില്ല. അതാ അന്ന് കുഞ്ഞിനെ റാണിയെ ഏൽപ്പിച്ചത്. ഞങ്ങൾക്ക് പറ്റാത്ത ദിവസങ്ങളിൽ റാണി തന്നെയാണ് കുഞ്ഞിനെ നോക്കാറ്. ഇനി രാത്രി വൈകിയാലും റാണി ഉണ്ടാവും. എനിക്കൊന്നും കേൾക്കണ്ട. കാണിച്ചു തരും. ഞാൻ സാമ്പൂരിലെ മോനും വിനയനാണ്. ഞാനൊക്കെ ഞാൻ കാണിച്ചു തരും. എനിക്ക് അകത്ത് പോകണം. താനോട് മാറി നിൽക്കണോ? അകത്ത് പോകണം എന്ന് ആർക്കും എൻട്രി ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ മോളെ അവിടെ നിൽക്കും. മാറി നിൽക്കണോ? ശീലാമാവനെ കാണണമെന്ന് അത് പറയണ്ട നേരത്തെ. വരൂ. ഋതു, ഋതു, ഏയ് ഋതു, ഹലോ, എന്തടോ? അച്ഛോ പോട്ടോ. റാണി ചേച്ചി കൊണ്ടുപോയി. നിമ്മി എത്ര കൊല്ലമായി താലൂക്ക് ഹോസ്പിറ്റലിൽ? ഞാനൊരു 5 വർഷം. അതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഈ പഠിപ്പ് കഴിഞ്ഞ ഉടനെ റൂറൽ സെക്ടറിൽ ഒരു വോളണ്ടറി സർവീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞാണോ ധർമ്മപുരത്തെത്തിയത്? അതെ. എബി അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ചാനലിൽ നിന്ന് ഇറങ്ങിയല്ലേ? ഓ സാറേ, ഇപ്പോൾ ഓൺലൈനാ. ഓർമ്മയില്ലേ അന്ന് MLAക്കെതിരെ വാർത്ത കൊടുത്തത് വലിയ വിഷയമായി. ജീവിക്കാൻ വിടാതായപ്പോൾ പേടിച്ച് തന്നെയാണ് ഫേക്ക് നെയിമിൽ പിടിച്ചത്. അതേ പിന്നെ ഓൺലൈനിൽ എഴുതുന്നത് വേറെ പേരില്ല. 4 കൊല്ലമായി അതിൻ്റെ പിറകെ. സോളിഡ് എവിഡൻസ് ഇല്ലാതെ പൂട്ടാൻ പറ്റില്ലായിരുന്നല്ലോ. ലാൽജി എന്നത് അദ്ദേഹം വിളിക്കുന്ന പേരാ. സനൽ ലാലൂർ, അതാ എൻ്റെ ഒറിജിനൽ നെയിം. ഈ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളല്ലാതെ ഇന്നലെ രാത്രി ധർമ്മരാജൻ സാറിനെ അവസാനമായി കണ്ടത് ആരാണ്? നിങ്ങളാണോ? അറിയില്ല സർ. ഇന്നലെ രാത്രി നിങ്ങൾ അവിടെ ചെന്നിരുന്നല്ലോ. ഉത്സവത്തിൻ്റെ അവസാന ദിവസം 4 മുക്കിൽ കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം വെച്ചിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് അത് വീട്ടിലേക്ക് മാറ്റി. അതിൽ ഞാനും പങ്കെടുത്തു. അണ്ണ, നിങ്ങൾ എന്തോ കണ്ടിട്ടുണ്ട്, പറയൂലേ? ഒന്ന് പോയി തരാമോ? വീട്ടിലേക്ക് പോ, അവിടെ കാണാം. അല്ല, അപ്പൊ 4 മുക്കിൽ കിറ്റ് വിതരണം പ്രോഗ്രാം വീട്ടിലേക്ക് മാറ്റി വെക്ക്. എന്നാ രാജു മുറി വിട്ടോളും. വാക്കിയില്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരുന്നു? അസ്വസ്ഥത ഉണ്ടായിരുന്നു ചോദിച്ചാ പറയൂ. உங்க கூட சண்டை போடுறதுக்கோ மல்லு கட்டுறதுக்கோ கம்பெனி ஆளே இல்லை. எங்க கம்பெனி சார்பால இது ஒரு சின்ன அன்பழைப்பு. இதுல 3 C இருக்கு சார். இந்த எலெக்ஷன்ல ஜெயிப்பீங்கன்னு எங்க கம்பெனிக்கு நல்ல நம்பிக்கை இருக்கு. മണിവണ്ണ, ഞാൻ ഇലക്ഷൻ ജയിക്കാൻ പോകുന്നത്
നിന്റെ കമ്പനിയുടെ ചില്ലറ പൈസ കൊണ്ടല്ല. ആ ബാത്തുകര നീ കിളമ്പ്. കർഷക ഭൂമി കൃത്രിമം ചെയ്ത് കമ്പനിക്ക് വിറ്റു എന്ന് ആരോപിച്ചു കൊടുത്ത കേസിൽ പുതിയ ഗവൺമെൻറ്റിന് അനുകൂലമായി കോടതി ഇടപാട് സ്റ്റേ ചെയ്ത് എൻക്വയറിക്ക് വിട്ടു. ധർമ്മരാജനില്ലാതെ ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസിലേക്ക് എത്താമെന്ന് മണിവർണ്ണൻ്റെയും കമ്പനിയുടെയും നീക്കം പൊളിക്കാൻ ധർമ്മരാജൻ അവിടെ നേരിട്ട് ചെല്ലേണ്ടി വന്നു. வணக்கம் சார், இது கவர்மெண்ட் லேண்டு. நீங்கள் எங்கள் கம்பெனிக்கு விற்ற இந்த இடத்துல ஒன்றுமே பண்ண முடியாது. മണിവണ്ണ, സാറ് നേരിട്ട് വന്നില്ലേ? அதுக்கு மேலല്ലോ ഈ നാട്ടിലെ കോടതി നിയമവും പഞ്ചായത്തും. எங்கள் கஷ்டத்தை பார்க்கறதுக்கு இவ்வளோ தூரத்துலேருந்து வந்திருக்கீங்களே சார், ரொம்ப மகிழ்ச்சியாக இருக்கு. யாரு நினைச்சாலும் கவர்மெண்ட் ஸ்டே இருக்க வரைக்கும் இந்த இடத்துல யாரும் ஒன்றும் பண்ணவும் முடியாது, பண்ணவும் கூடாது. என்ன சொல்ல வரீங்க சார்? இது எலெக்ஷன் இல்லை சார். ஜனங்கள்கிட்ட இதை கொடுக்குறேன் அது கொடுக்குறேன்னு சொல்லி ஓட்டு வாங்குற மாதிரி இல்லை. சட்டமப்பா, என்ன செலவு பண்ணாலும் இது எப்படி திருப்பி பிடிக்கணும்னு எங்களுக்கு நல்லா தெரியும். ஏதாவது மீதி இருந்துச்சுன்னா உங்க உண்டியல்ல கொண்டு போட்டுறோம் சார். ബാലൻസ് ഉള്ള പാതി എമൗണ്ട് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവഹേളിക്കുകയാണോ മണിവർണ്ണ? தலைவி இறந்து தங்கச்சி உள்ள போய் இப்போ பாண்டிக்காட்டு ஒன்று மாறி வீசி. പക്ഷേ അത് എൻ്റെ കുലശേഖരത്ത് ഒരു പറത്തില്ല. ധർമ്മരാജൻ സ്റ്റേറ്റ് മാറിയാലും സ്റ്റേ മാറ്റും. വക്കീൽ ഉണ്ണിയും അനിരുദ്ധനും എൻ്റെ ഒപ്പം കാണും. എലക്ഷൻ കഴിഞ്ഞാൽ ലാൽജിയും. അതുവരയ്ക്കും എനിക്ക് തരാനുള്ളത് തന്നാൽ ഞാൻ പോകും. തിരിച്ചു ചെന്നിട്ട് കുറച്ച് വോട്ട് പിടിക്കാനുണ്ട്. இத்தோடு காசு செலவு பண்ணி இந்த இடத்த எங்களால் வாங்க முடியும்னா எங்கள் காசை எப்படி காக்கணும்னு எங்களுக்கு நல்லாவே தெரியும். கிளம்புங்க. மூரி ഇത് എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. 48 മണിക്കൂറിനകം പറഞ്ഞ പണം നീ എൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കും. മൂന്നര കോടി രൂപ പണം അവർ തന്നു. എക്സിറ്റ് പോൾ ഫലം ധർമ്മരാജനെതിരാണെന്നുള്ള പ്രവചനം പാണ്ടിക്കാറ്റിലാകെ പരന്നു. പാർട്ടി ഫണ്ടിലേക്കുള്ള പണം ധർമ്മരാജൻ്റെ വീട്ടിലേക്കാണ് പോയത്. അതവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഈ മരണവും ആ പണവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇത്രയും പണം ആ വീട്ടിലുള്ള കാര്യം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയോ? ഒരാൾക്ക് അറിയായിരുന്നു സാർ. ലാൽജി പറയാനുള്ളത് പറഞ്ഞിട്ട് പോകണം. ഷീല. ശിവൻകുട്ടി സർ, മാസി ചേട്ടനെ ഒന്ന് ഗവനിച്ചേക്കണം. വയ്യാത്ത ആളാ. പിന്നെ മരുന്ന് സമയത്തിന് പോകണം. ഡോക്ടർ അരുൺകുമാർ MLയുമായി കോൺടാക്ട് വെച്ചോണം. യെസ് സാർ. എന്താണോ അത്? സാർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന റാണിയുടെ ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡ് ചെക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ഒക്കെ ക്ലിയർ അല്ലേ? ആ കുട്ടിയുടെ പേരിൽ ഇവിടുത്തെ സ്റ്റേഷനിൽ ഒരു തെഫ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആരും അത് തിരുത്തി. കൊടുത്ത ആൾ തന്നെ പരാതി പിൻവലിച്ചു സാർ. അതാരാ കക്ഷി? അത് MLയുടെ ആറാട്ടു വീട്ടിലെ മഹേശ്വരി. ആ പരാതിയെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് എഴുതിയത് ഒപ്പിട്ടത് ഞാൻ തന്നെയാണ്. അതൊന്നും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അന്നാണ് ഞങ്ങൾക്ക് റാവണി ആരാണെന്ന് മനസ്സിലായത്. മാഗി 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 എന്താണെങ്കിലും നമുക്ക് തീരുമാനിക്കാം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. ശരിയമ്മ? മാഗി അകത്തേക്ക് പോ. അകത്തേക്ക് കൊണ്ടുപോ. എന്ത് പറ്റില്ല? 6 വർഷത്തിലൊരിക്കൽ മൂർത്തിയെ അലങ്കരിക്കേണ്ട തിരുവാഭരണങ്ങൾ ആ പെട്ടിയും ചാർത്തും കാണാനില്ല. ഇവിടെ വേലയ്ക്ക് നിന്ന പെണ്ണിനെ. എൻ്റെ ദൈവമേ സർ, നീ ഒരു കാര്യം ചെയ്യും. ഇത് സ്വർണത്തിൻ്റെയോ കല്ലിൻ്റെയോ വിലയാണ്. 500 വർഷം പഴക്കമുള്ള ആൻറ്റിക് പ്രോപ്പർട്ടിയാണ്. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആവാം. നമുക്ക് പോലീസിനെ അറിയിക്കണം.
ബഷീർ ഇവിടെ ആദ്യമായിട്ടല്ലേ? അതെ സർ. സാറിൻ്റെ വീട്ടിൽ നിന്ന കുട്ടിയാണോ? പെങ്ങളുടെ കൂടെ 1-2 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ കാര്യമായിട്ട് ഒരു പണിയും ഇല്ല. ഒരു സഹായം. ഈ ടൈപ്പ് ക്രിമിനൽസ് ആളും ഇടവും നോക്കിയേ ഓപ്പറേറ്റ് ചെയ്യാറുള്ളൂ. അവിടെ ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തു അല്ലേ? അവൾ ഇവിടെ കുറേ കാലമായോ? മാർക്കറ്റിൽ തീ വില ഉള്ളപ്പോൾ ഇങ്ങനെ ഉണങ്ങാൻ കിടക്കുക. അകത്ത് വെച്ചാൽ നീ എന്താടി പുറോട് കൊടുത്തുന്ന പെണ്ണോ? കയറിപ്പോ. മഹേശ്വരി അമ്മ എന്തോ ജോലിയായിട്ടൊക്കെ നിൽക്കുന്നു, പോയി കാണും. ഇവിടുത്തെ തമ്പുരാട്ടിയാണോ? തമ്പുരാട്ടി. 15-ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന തമ്പുരാട്ടി. ഇപ്പോൾ വയസ്സ് 90 ഇതിനിടയിൽ ആരെല്ലാം വന്നു പോയി. എന്തായാലും ഞാനിവിടെ തന്നെ കാണും. ഓ ദാ ഇത് ഇരിക്കട്ടെ. ഒരു തേങ്ങാക്കൊല. ഇവിടെ ഫ്രിഡ്ജില്ല, ഗ്രൈൻഡറില്ല, വാഷിംഗ് മെഷീൻ ഇല്ല. എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വേണം. നമ്മുടെ കയ്യെന്ന് വെച്ചാൽ നിന്റെ കൈ. ഇവിടെ മുറ്റം അടിച്ച് വാരണം. നാളെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ കാണും. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ മുറുക്കാൻ പഠിപ്പിച്ചു തരും. പണി നോക്കുന്നുണ്ട്. ഒരു മുറുക്ക് വെച്ചു തരും ഞാൻ.